ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതുവും നമ്മുടെ രഞ്ജുവും കൂടി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ കാർ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, എന്താ ഛർദിലിൻ്റെ ഗുളിക എന്താ വേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രഞ്ജു പറയണം, എന്തായാലും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ കാർ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗീതു കാറിൻ്റെ സൈഡ് ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ രഞ്ജുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അത് രഞ്ജു കാണുന്നുമുണ്ട്. അപ്പോൾ രഞ്ജു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും രാവിലെ തൊട്ട് ഇവളല്ലേ ജയിച്ച് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവക്കൊരു കുഞ്ഞു കൊട്ട് കൊടുക്കാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് രഞ്ജു വൊമിറ്റിങ്ങിനായിട്ട് ആ ഒരു ടെൻഡൻസി കാണിക്കുകയാണ്, ഓർക്കാനിക്കുകയാണ്, പലവട്ടം ഓക്കാനിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, അയ്യോ എന്ത് പറ്റി രഞ്ജു, നിനക്ക് ഛർദ്ദിക്കണോ, എങ്കിൽ ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒതുക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയണം, വേണ്ട ഗോവിന്ദേട്ടാ വേണ്ട. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, അയ്യോ എന്നത് ഈ ഗുളിക ഇപ്പം തന്നെ കഴിച്ചോ, അപ്പോൾ ഈ ഛർദ്ദിയിൽ അങ്ങ് പിടിച്ച് കെട്ടി കണക്ക് നിൽക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയണം, വേണ്ട എനിക്ക് ഗുളികയുടെ ഒന്നും ആവശ്യമില്ല, ഇത് ബാക്കിൽ കയറിയിട്ടാണ്, സാധാരണ എനിക്ക് വണ്ടി ബാക്കിൽ കയറുമ്പോൾ വണ്ടിയുടെ ബാക്കിൽ കയറുമ്പോൾ എനിക്ക് ഛർദ്ദിൽ വരും, അതുകൊണ്ടാണ് ഞാൻ കയറാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഫ്രണ്ടിൽ കയറിക്കോ എന്ന് പറയണം. അപ്പം രഞ്ജു പറയണം, ഞാൻ ഛർദ്ദിക്കുകയാണെങ്കിൽ ഗീതു എന്നെ കോരേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗീതു പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതേ ഫ്രണ്ടിൽ തന്നെ കയറിക്കോ. അത് വേണ്ട ഗീതു അല്ലേ എന്നോട് പറഞ്ഞത്, ഭാര്യമാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്, മറ്റാരും ഫ്രണ്ടിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയണം, അങ്ങനെ ഫ്രണ്ടിലിരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അത് ഭാര്യയുടെ പെർമിഷനോടുകൂടി ആയിരിക്കണം എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പറയുകയാണ്, ഞാൻ വണ്ടി ഒതുക്കാം, സൈഡിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാം എന്ന് പറയുമ്പോൾ രഞ്ജു പറയുകയാണ്, അടുത്ത സ്റ്റോപ്പ് വരുമ്പോൾ സൈഡിൽ ഒതുക്കിയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വണ്ടി ഓടിച്ച് പോവുകയാണ്. അങ്ങനെ രഞ്ജു ആണെങ്കിൽ അതിനകത്തിരുന്ന് ഓർക്കാനിക്കുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ്. ഗീതുവിനാണെങ്കിൽ ടെൻഷൻ ആവുകയാണ്, പുള്ളിക്കാരത്തി ഛർദ്ദിച്ച രഞ്ജു ഗീതു കോരേണ്ടി വരുമല്ലോ എന്നുള്ള ആ ചിന്തയിലാണ് നമ്മുടെ ഗീതു. അങ്ങനെ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഗോവിന്ദേട്ട ആ ഭാഗത്തോട്ട് വണ്ടി ഒതുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വണ്ടി ഒതുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജു അതിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഇനി ഹോസ്പിറ്റലിൽ വല്ലതും പോകണം മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയുകയാണ്, വേണ്ട ഗോവിന്ദേട്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, രഞ്ജു ഫ്രണ്ടിലോട്ട് കയറിക്കോ, ഞാൻ ബാക്കിലിരുന്നോളാം എന്ന് പറയുമ്പോൾ രഞ്ജു പറയുകയാണ്, എനിക്കെന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനി ഫ്രണ്ടിലൊന്നും ഇരിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് ഇവിടെ ആയിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്, അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അതെന്തിനാണ് നീ ഇവിടെ ഇറങ്ങിയത്? അതെനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു ഗോവിന്ദേട്ട എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുവാണ്, അങ്ങനെയാണെങ്കിൽ ആരെ കാണണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ കൊണ്ടുവിടാം എന്ന് പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയുകയാണ്, വേണ്ട ഗോവിന്ദേട്ട, എനിക്ക് കാണാനുള്ള കക്ഷിയെ ഗോവിന്ദേട്ടനെ ശത്രുവാണ്, അതുകൊണ്ട് പിന്നെ ഇന്നത്തെ മൂഡ് കളയണ്ട, ഞാൻ താനേ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് രഞ്ജു മുന്നോട്ട് നടന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ഗീതുവിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണ്. ഗീതു പെട്ടെന്ന് തന്നെ കാറിൽ അതിന് മുമ്പേ ഗീതു കയറിയിട്ട് പോവാൻ കണ്ണേട്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് വണ്ടി കയറുകയാണ്. അപ്പോൾ തന്നെ ഗീതു ഓർക്കുകയാണ്, ഗോവിന്ദേട്ടൻ്റെ ശത്രുവിനെ കാണണമെന്നാണല്ലോ പുള്ളിക്കാരത്തി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും, ഫോളോ ചെയ്ത് പോയാലോ എന്നുള്ള ധാരണയിൽ നമ്മുടെ ഗീതു പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഗോവിന്ദിനോട് പറയുകയാണ്, കണ്ണേട്ടാ എനിക്കിവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിയാണ്, കണ്ണേട്ടൻ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ആയിക്കോട്ടെ, ദേ രഞ്ജു ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ചെന്നിട്ട് രഞ്ജുവിനെയും കൂട്ടിയിട്ട് രഞ്ജുവിന് പോവേണ്ട ആളിൻ്റെ അടുത്ത് കൊണ്ടാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഗീത പറയണം, അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ ഞാൻ കാണുന്നതേ നാളത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതുവും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. അതേസമയം ഉണ്ടല്ലോ, നമ്മുടെ രഞ്ജു പോകുന്നത് നേരെ നമ്മുടെ ചെമ്പകശ്ശേരിയിലേക്കാണ്. ചെമ്പകശ്ശേരിയിലേക്ക് ചെന്നിട്ട് ഗേറ്റ് വലിച്ച് തുറന്നിട്ട് നമ്മുടെ രഞ്ജു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രഞ്ജുവിൻ്റെ മുഖമൊക്കെ വെളുത്തിരിക്കുകയാണ്. രഞ്ജുവിന് മുഖത്ത് ആകെ ദേഷ്യത്തിൻ്റെ ആ ഭാവമൊക്കെയാണ് നമ്മുടെ രഞ്ജുവിന്. അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വിജയലക്ഷ്മിക്ക് രഞ്ജുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. വിജയലക്ഷ്മി പറയണം, മോളെ നീ എന്നായാലും ഈ അമ്മയെ തിരക്ക് വരുമെന്ന് അമ്മയ്ക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു,
വരുന്നു. അകത്തേക്ക് വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രഞ്ജുവിൻ്റെ കൈക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ രഞ്ജു കൈ തട്ടി കളയുകയാണ്. എന്നിട്ട് രഞ്ജു പറയുകയാണ്, എന്നെ തൊട്ട് പോകരുത്, എന്നെ മോളെ നിന്ന് നിങ്ങൾ വിളിച്ച് പോകരുത്. ഈ ജന്മത്തിൽ ഞാൻ ആരെങ്കിലും ഏറ്റവും കൂടുതൽ വെറുപ്പായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളോട് മാത്രമാണ്. നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് മിണ്ടരുത് എന്ന് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണ, മോളെ ഞാൻ നിൻ്റെ അമ്മയല്ലേ, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിങ്ങളെൻ്റെ അമ്മ പോലും, നിങ്ങൾ എന്ത് തരത്തിലാണ് എൻ്റെ അമ്മ ആവുന്നത്? ഇത്രയും നാൾ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഇപ്പം നിങ്ങൾ ഇറക്കി വിട്ടില്ലേ? എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഹൗസ് ഓണർ എന്നെ ഇറക്കി വിട്ടത് എന്ന് പറയുകയാണ്. ശിവാനി നീ ഇതെന്താ പറയുന്നത്? ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യമല്ല മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജു പറയുകയാണ്, ആഹാ ഉർവശി ശാപോപഹാരമായി. നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും എന്നെ ഹൗസ് ഓണർ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോഴേ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റി. അതുകൊണ്ടേ എനിക്കിപ്പോൾ അറയ്ക്കൽ കയറി കൂടാൻ പറ്റി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് രഞ്ജു പറയുകയാണ്, ഞാൻ ഗോവിന്ദേട്ടൻ്റെ കൂടെ അവിടെ ചെല്ലാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. ഗോവിന്ദേട്ടൻ എൻ്റെ കൈക്ക് പിടിച്ച് ഞാൻ വലതുകാല് വെച്ചാണ് അറയ്ക്കൽ കയറിയത്. ഇനി എനിക്കറിയാം എൻ്റെ ആ ഒരു സാമർഥ്യം കൊണ്ട് എനിക്ക് അവിടെ ഇനി അവിടെ പറ്റിക്കൂടാൻ എനിക്ക് പറ്റുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഇനി ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവുകയാണ് നമ്മുടെ വിജയലക്ഷ്മിക്ക്. വിജയലക്ഷ്മി മോളെ എന്താ ശിവ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ രഞ്ജു പറയുകയാണ്, നിങ്ങളെന്നെ അങ്ങനെ വിളിക്കരുത്. ഇപ്പം നിങ്ങൾക്കൊരു മാനസപുത്രി ഉണ്ടല്ലോ ഗീതു, നിങ്ങൾ അവളെ മോളെ എന്ന് വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിക്ക് ആകെ സങ്കടമാവുകയാണ്. വിജയലക്ഷ്മി നേരെ പൂജാമുറിയിൽ കയറിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഈശ്വര എൻ്റെ മകൾ എന്താ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്? ഞാൻ സ്നേഹിച്ചവരെയൊന്നും എനിക്ക് സ്നേഹം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. അതേസമയത്ത് ഗീതു ഗോവിന്ദൻ്റെ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, ഇപ്പം എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്താ നിനക്കൊന്നും മിണ്ടാനില്ലേ? നീ ഇങ്ങനൊന്നും അല്ലല്ലേ, കൂടെ നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, നിങ്ങൾക്കിപ്പോൾ മിണ്ടാനും സംസാരിക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാനെന്ത് മിണ്ടാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബെല്ല് വരികയാണ്. ബെല്ല് വരുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ പേരാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഗീത് മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര വിജയലക്ഷ്മി മാമയാണല്ലോ വിളിക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ഫോൺ എടുക്കുകയാണെങ്കിൽ ഗോവിന്ദേട്ടന് പിന്നെ ദേഷ്യപ്പെടാൻ ഇനി വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട, പിന്നീട് ഫോൺ എടുക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീത് ഫോണ് നൈസിനങ്ങ് വെക്കുകയാണ്. അപ്പോൾ പൂജാമുറിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ വിജയലക്ഷ്മി ഫോൺ എടുത്ത് വിളിക്കുകയാണ് ഗീതുവിനെ. അങ്ങനെ 2-3 വട്ടം വിളിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, കുറേ വട്ടം കൊണ്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ, എന്താ നീ എടുത്ത് സംസാരിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയണം, അത് ഞാൻ പിന്നീട് വിളിച്ചോളാം കണ്ണേട്ടാ എന്നിങ്ങനെ പറയാണ്. ആരാ? അതെൻ്റെ ഒരു ഫ്രണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുകയാണ് നമ്മുടെ ഗീതു. അതേസമയത്ത് നമ്മുടെ വിജയലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി സ്വയം വിചാരിക്കുകയാണ്, ഈശ്വര ശിവാനി എന്തൊക്കെ പണികളാണോ എന്തോ അവിടെ ഒപ്പിച്ചത്. അവൾ അറയ്ക്കൽ ചെന്നു എന്ന് പറയുന്ന കേട്ടോ, ഗോവിന്ദിൻ്റെ കൈയും പിടിച്ച് വലതുകാല് വെച്ചാണ് കയറിയതെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഗീതു അറിഞ്ഞിട്ടുണ്ടാവുമോ ശിവാനി ആരാണ് എന്നുള്ള കാര്യം? ഗീതു അറിഞ്ഞിട്ടുണ്ടാവുമോ? ഞാനും ശിവാനിയും ഗോവിന്ദും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെ ഗീതു അറിഞ്ഞിട്ടുണ്ടാവുമോ? അതിൻ്റെ സങ്കടത്തിലാണോ ഞാൻ വിളിച്ചിട്ട് അവൾ എന്നോട് എൻ്റെ കോള് അറ്റൻഡ് ചെയ്യാത്തത്? അങ്ങനെയാണെങ്കിൽ അവളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ അവൾക്കിനി എന്നോട് അവൾക്ക് വെറുപ്പായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ വിജയലക്ഷ്മി കരയുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മി മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. വിജയലക്ഷ്മി പറയുകയാണ്, ഭഗവതി ഞാൻ ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് അവരെല്ലാവരും എന്നെ വെറുത്ത് വിട്ടുപോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഗീതുവിൻ്റെ കാര്യത്തിലായാലും ശിവാനിയുടെ കാര്യത്തിലായാലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ആരോടും മത്സരിക്കാനും ഗുസ്തി പിടിക്കാനും ഒന്നും വയ്യ. അതിനുള്ള ആവതുമില്ല. മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തളർന്നു പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന് അമ്മേ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. സ്വസ്ഥവും സമാധാനവുമുള്ള ആ ഒരു ലോകത്തിലേക്ക് ഞാൻ വരികയാണ് എന്നിങ്ങനെ വിജയലക്ഷ്മി പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരത്തി ഇനി ആത്മഹത്യ ചെയ്യാനാണോ എന്തോ, അതിന് വേണ്ടിയിട്ടാണോ പറയുന്നതെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി വിഷമിച്ച് നിന്ന് കരയുകയാണ്. അതേസമയം എജിമിലെത്തുന്ന ഗീതു നേരെ എജിമിലെത്തി അങ്ങനെ ക്യാബിനിലേക്ക് പോവുകയാണ് ഗീതുവിൻ്റെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഗീതു ആലോചിക്കുകയാണ്, അയ്യോ വിജയലക്ഷ്മി മാം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നാൽ ഒന്ന് തിരിച്ച് വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. മാമിനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർണികയും കിഷോറും വരികയാണ്. അപ്പോൾ എന്നിട്ട് അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ നിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോയും സംഭവങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, നീ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ?
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അവർണിക പറയുകയാണ് അയ്യോ അതങ്ങനെ നോക്കാതിരിക്കല്ലേ, നമ്മുടെ AGMനെ തകർക്കാനായിട്ട് ഇവിടെ വരുൺ സാറും നടത്തുന്ന ഗൂഢാലോചനയും വരുൺ സാറ് നടത്തുന്ന ചതിപ്രയോഗങ്ങളുടെയും മുഴുവൻ വീഡിയോയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഫുൾ തെളിവുണ്ട്. ഈ തെളിവ് ഗീതാഞ്ജലിക്ക് വരുൺ സാറിനെതിരെ ആയുധമായിട്ട് പ്രയോഗിക്കാം. അതുകൊണ്ട് ഗീതാഞ്ജലി ആ തെളിവുകൾ ഉടനെ തന്നെ ഒന്ന് പരിശോധിച്ച് അതിന് വേണമെന്ന് ചെയ്യണം. കിച്ചുവിൻ്റെ ബ്രില്യൻ്റ് കൊണ്ട് കണ്ടുപിടിച്ചതാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. AGMൻ്റെ ഉയർച്ചയാണ് കിച്ചുവിൻ്റെ മനസ്സിൻ്റെ ആ ഒരു ലക്ഷ്യവും കിച്ചുവിൻ്റെ ജീവിത ലക്ഷ്യവും. അതുകൊണ്ട് അവൻ ഇനിയും AGMന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കിഷോറും കൂടി പറയുകയാണ് ഗീതുവിനോട്, ഗീതു ഞാൻ AGMന് വേണ്ടിയിട്ടാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയെന്നറിയാമോ ഈ തെളിവുകളും കാര്യങ്ങളുമൊക്കെ. ഇത് നീ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് മാഡം അതൊന്ന് പരിശോധിച്ചിട്ട് വേണമെന്ന് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു കിഷോറിനോട് ചോദിക്കുകയാണ്, കിഷോറിന് എന്താ AGMനോട് ഇത്രയേറെ കടപ്പാടുണ്ടായത്? എന്താ ഈ ഒരു കേസ് കെട്ടിൽ കിഷോറിന് ഇത്രയും താല്പര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ഗീതു ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി അതൊക്കെ പറയാനുള്ള സമയമല്ല ഇത്. ഇതൊന്ന് പരിശോധിച്ചതിന് ശേഷം ഈ തെളിവുകളൊന്ന് പരിശോധിച്ചതിന് ശേഷം ഇത് ഗോവിന്ദ് സാറിനെ കാണിച്ചതിന് ശേഷം ഈ നിയമ നടപടികൾ എടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കമ്പനിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. പോലീസ് കേസ് ആക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നിങ്ങനെ അവർണിക പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ് ഞാൻ ആ തെളിവുകളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗീതു ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആ തെളിവുകളൊക്കെ നോക്കുകയാണ്. തെളിവുകൾ നോക്കിയ ഗീതു അമ്പരന്നിരിക്കുകയാണ്. എന്തോ സ്ട്രോങ് തെളിവുകൾ അതിലുണ്ട് കേട്ടോ. ഗീതു നന്നായിട്ട് അമ്പരന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവർണികയും കിഷോറും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാൻ അയക്കുന്ന വീഡിയോകളുടെ മുഴുവൻ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പപ്പോഴും കിട്ടുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.